നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മൂർച്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മൂർച്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മൂർച്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് നാം ഓരോരുത്തരും അനുസ്മരിക്കുന്ന ഈ നിമിഷം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് എപ്രകാരമാണ് അവിടുത്തെ കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നമ്മോട് കരുണ കാണിച്ചതുപോലെ നമ്മൾ എപ്രകാരമാണ് മറ്റുള്ളവരോടും കരുണ കാണിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യം കൂടിയാണത്. എന്നാൽ പലപ്പോഴും അത് മനസ്സിലാക്കാതെ നമ്മുടെ സഹോദരങ്ങളെ വിധിക്കുന്ന ഒരു സ്വഭാവം നമ്മളറിയാതെ തന്നെ നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട്. അതൊരിക്കലും നല്ലതല്ല എന്ന് കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെ ഇരുന്ന നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. സ്നേഹമുള്ളവരെ, ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത്, വിധിക്കാനുള്ള അധികാരം അതെപ്പോഴും ദൈവത്തിന് മാത്രമാണ്. യേശു ആ ഒരു പാഠം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിന്ന ഒരു സംഭവമാണ് ഉപമയ്ക്കായിട്ട് എടുക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും മുക്കുവന്മാരായിരുന്നു എന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ അവർ കടലിൽ മത്സ്യങ്ങളെ പിടിക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ തവണ പോയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവവും വള്ളവും അതുപോലെ വലയുമാണ്. കടൽ ശാന്തമാകുന്ന അവസരങ്ങളിൽ വള്ളവും എടുത്ത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകും. അവിടെ വല വിരിച്ച് അവർ മത്സ്യങ്ങളെ പിടിക്കുമായിരുന്നു. യേശുവും ശിഷ്യന്മാരും കടൽ തീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു സംഭവം അവരുടെ മുമ്പിലുണ്ട്. ഒത്തിരിയേറെ ആളുകൾ അവിടെ വല വീശി പിടിക്കുന്നുണ്ട്. ഒത്തിരിയേറെ ആളുകൾ കിട്ടിയ മത്സ്യങ്ങളെ വേർതിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ശിഷ്യന്മാരോട് ഒരു ഉപമ പറയുകയാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്നതും ഈ കടലിലേക്ക് എറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ്. കടലിലെറിയുന്ന വലയുടെ വലിപ്പം നമുക്കറിയാം. ഒത്തിരിയേറെ നീളം കൂടിയ വലയാണ് അവർ ഉപയോഗിക്കുക. അവസാനം തിരികെ വരുമ്പോൾ എല്ലാ മത്സ്യങ്ങളെയും ഒരുമിച്ചാണ് അവർ കരയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരിക്കലും കടലിൽ മീൻ ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേർതിരിക്കുന്ന ഒരു പതിവ് അവരുടെ ഇടയിലില്ല. അതേസമയം ഇന്ന് വലിയ കപ്പലുകളായി ബോട്ടുകളായി അങ്ങനെ അവർ പോകുമ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അവർ കരയിലേക്ക് തിരികെ എത്തുക. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർക്ക് കിട്ടുന്ന മത്സ്യങ്ങൾ അവർ കടലിൽ കിട്ടുന്ന ആ അവസരത്തിൽ തന്നെ വേർതിരിക്കുന്നത് നമുക്ക് പല വീഡിയോസിലൂടെയും ഇപ്പോൾ കാണുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലരും കടലിൽ മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ കാണുന്ന വീഡിയോസിൽ കാണുന്ന ഒരു പ്രത്യേകത, അവർ ആ വല കപ്പലിലേക്ക് വലിച്ചു കയറ്റിയതിന് ശേഷം ആ വലയിലെ മത്സ്യങ്ങളെ പുറത്തേക്ക് എടുക്കുന്ന ഒരു രംഗമുണ്ട്. എല്ലാത്തരം മത്സ്യങ്ങളുമായിട്ടാണ് ആ വലയുണ്ടാവുക. പ്രിയമുള്ളവരെ, യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഉപമ തന്നെയാണ്. ഒരിക്കലും വലയെറിയുമ്പോൾ ഇന്ന മത്സ്യം മാത്രമേ കിട്ടാവൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല.
എല്ലാ തരം മത്സ്യങ്ങളും ആ വലയ്ക്കുള്ളിലുണ്ടാകും. ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കൾ പോലും ആ വലയുടെ ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ആ വലയിൽ ആയിരിക്കുന്ന അവസരത്തിൽ അതൊരിക്കലും വേർതിരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിലായിരിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ഒരിക്കലും പരസ്പരം വിധിക്കാൻ വിളിക്കപ്പെട്ടവരല്ല എന്ന് തിരിച്ചറിയുക. വിധി എപ്പോഴും യുഗാന്തത്തിലാണ്. യുഗാന്തവുമായി ബന്ധപ്പെട്ട് തൻ്റെ ശിഷ്യന്മാരെ 11 പ്രാവശ്യമാണ് സുവിശേഷങ്ങളിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ യുഗാന്തത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ 11 അവസരങ്ങളിലും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ യുഗാന്തത്തിൽ എങ്ങനെയുള്ളവരെ ആയിരിക്കും കർത്താവ് വേർതിരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് തൻ്റെ സഹോദരന് ഇടർച്ചയുണ്ടാകാതിരിക്കുവാൻ പരിശ്രമിക്കുവിൻ എന്നാണ് ഈ 11 തവണയും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് ഇത് പറയുമ്പോൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നിങ്ങൾ ഒരിക്കലും പരസ്പരം വിധിക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും മറ്റു വ്യക്തികളെ സംബന്ധിച്ച് നല്ലതാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു കാര്യത്തെയും പൂർണ്ണമായും വിലയിരുത്തുവാൻ സാധിക്കില്ല. അത് വിലയിരുത്തൽ നടത്തുവാനുള്ള എല്ലാ അധികാരവും കർത്താവിന് ഉള്ളതാണ്. ഒരു വ്യക്തിയെ ബാഹ്യമായ ഭംഗി കണ്ടുകൊണ്ട് നമുക്കൊരിക്കലും വിലയിരുത്തുവാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിഷം ചെയ്തുന്നതും ആ വ്യക്തി തന്നെയായിരിക്കാം. കാരണം ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയുന്നവൻ കർത്താവ് മാത്രമാണ്. നമുക്കൊരിക്കലും മറ്റൊരുവൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുവാൻ സാധിക്കില്ല. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നവർ തന്നെയായിരിക്കും നമ്മളെ പുറകിൽ നിന്ന് ചവിട്ടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങളുടെ ചിന്താഗതികളും വിധികളും എല്ലാം നിങ്ങൾ പരസ്പരം നിയന്ത്രിക്കുക എന്നുള്ളത്. ഇവിടെ ഈ മുക്കുവന്മാർ എപ്രകാരമാണോ ഈ വല കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം അതിലുള്ള മത്സ്യങ്ങളെ പല കാര്യങ്ങളായിട്ട് തിരിക്കുന്നത്, അതിൽ നല്ലതേതാണ്, വലുപ്പമുള്ളതേതാണ്, ചെറുതേതാണ്, അങ്ങനെ പല കാറ്റഗറിയിലേക്ക് അവർ ഈ മത്സ്യങ്ങളെ വേർതിരിക്കും. അതുപോലെ തന്നെയാണ് യുഗാന്തത്തിനും സംഭവിക്കാൻ പോവുക. നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടോ അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. നമ്മൾ തിന്മ ചെയ്തിട്ടുണ്ടോ അതിനുള്ള പ്രതിഫലവും നമുക്ക് ലഭിക്കും. അപ്പോൾ അവിടെ കർത്താവിൻ്റെ കരുണയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഒരുപക്ഷെ ഞാൻ ഒത്തിരിയേറെ നന്മകൾ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അത് എൻ്റെ കാഴ്ചപ്പാടിൽ മാത്രമായിരിക്കും അത് നന്മയായിട്ട് മാറുക. അതേസമയം ദൈവത്തിൻ്റെ പക്കൽ ആ നന്മകളെ പരിഗണിക്കേണ്ട ഒരു ആവശ്യം പോലും ഉണ്ടായിരിക്കില്ല. കാരണം ദൈവത്തിന് അത് നന്മയായിട്ട് തോന്നണമെന്നില്ല. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഓരോ പ്രവൃത്തികളിലും നമ്മളെ കൊണ്ടാവുന്ന വിധം ദൈവചിന്തകളോടെ ഓരോ കാര്യങ്ങളും ചെയ്യുക. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. തീർച്ചയായും അവിടെ നമുക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പലപ്പോഴും എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എൻ്റെ പേര് മറ്റുള്ളവർ അറിയണമെന്ന് കരുതി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്നിലൂടെ മാത്രമേ എന്തെങ്കിലും നടക്കാവൂ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വിലയിരുത്തുകൾ മാത്രമാണ് ശരി എന്ന് ഞാൻ ശഠിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കൊത്തിരിയേറെ തെറ്റുകൾ പറ്റാൻ സാധ്യതകളുണ്ട്. അതിനാൽ കർത്താവ് പറയുന്നു, നിൻ്റെ സഹോദരനെ നീ അനാവശ്യമായിട്ട് വിധിക്കാതിരിക്കുക. നിൻ്റെ സഹോദരനിൽ നീ ദൈവത്തെ ദർശിക്കുക. പ്രിയമുള്ളവരെ, ഭാരതം തന്നെ വലിയൊരു ഉദാഹരണമാണ്. ഒത്തിരിയേറെ സംസ്കാരങ്ങളുണ്ട്, ഒത്തിരിയേറെ ഭാഷകളുണ്ട്, ഒത്തിരിയേറെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിയുന്ന ആളുകളാണ്. പലതരത്തിലുള്ള മതങ്ങൾ. പക്ഷേ എല്ലാവരും സ്നേഹത്തോടെ ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ നാടിൻ്റെ വിജയം എന്ന് പറയുക. അവിടെ ഒരുമയോടെ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും നമ്മുടെ നാട് വലിയ പുരോഗതിയിലേക്ക് തന്നെ നയിക്കപ്പെടും. പക്ഷെ പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കുള്ളത്. മറ്റ് മതസ്ഥരായ വ്യക്തികൾ ഒരിക്കലും വളർന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കാറില്ല. മറ്റ് ഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തികളെ നമ്മുടെ സഹോദരങ്ങളായിട്ട് കണക്കാക്കുവാൻ നമുക്ക് സാധിക്കാറില്ല. എന്തിന് നിറത്തിൻ്റെ പേരിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന ആളുകളുണ്ട്.
പരസ്പരം സംസാരിക്കാതെ മാറ്റി നിർത്തുന്ന അവസരങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കളറോ നമ്മുടെ സമ്പാദ്യങ്ങളോ ഒന്നും തന്നെ യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളാണ്. അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മാത്രമാണ് നോക്കുക. നിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം നന്മയുണ്ട്? മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി നീ എത്രമാത്രം കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കും? മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ നീ? മറ്റുള്ളവരോട് പൂർണ്ണമായും ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണോ? തീർച്ചയായും സ്നേഹത്തിൽ ഒന്നായിരിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണം തന്നെയാണ് ക്ഷമിക്കുവാനുള്ള ഗുണം. ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും പരസ്പരം ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും, പിന്നീട് പിണങ്ങുന്ന സാഹചര്യങ്ങൾ, ആ പിണക്കം പിന്നീട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവസരങ്ങൾ. ഒരുപക്ഷെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം പിണങ്ങിയിട്ടുണ്ടാകുക. പക്ഷേ ആ പിണക്കം പിന്നീട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥ. അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് ദൈവം വലിയ മാതൃകയായിട്ട് മാറുക. നിങ്ങൾ വലയിലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് പരസ്പരം ചിന്തിക്കുക. നിങ്ങൾ വലയിലായിരിക്കുന്ന ആ അവസ്ഥയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താണോ നിങ്ങളുടെ സൃഷ്ടികർത്താവ് നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് അത് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. കാരണം നിങ്ങൾ ആ വലയിലാണ്. ആ വലയിൽ നിന്ന് പുറത്തു കിടക്കുവാൻ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് സാധിക്കില്ല. എന്നാൽ നിങ്ങളെ വേർതിരിക്കുന്ന ആ ഒരു അവസരത്തിലാണ് അതിനുള്ള എല്ലാ സാധ്യതകളും നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. അപ്പോൾ നമുക്ക് സമയം നഷ്ടമായിട്ടുണ്ടാകും. അതിനാൽ നമ്മൾ വലയിലായിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് മാറുക. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ വലിയ കരുണയെക്കുറിച്ച് പഠിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അനയിക്കുക. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവ് ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരസ്പരം വിധിക്കാതിരിക്കുക, ആരെയും വിവേചന ബുദ്ധിയോടെ കാണാതിരിക്കുക, എല്ലാവരും ദൈവമക്കളാണ് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരിക, പരസ്പരം സ്നേഹിച്ചും ഐക്യത്തിലും മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുക. വിധിക്കുന്നവൻ കർത്താവാണ്. അവസാനം നമ്മളെ വിലയിരുത്തുന്നതും കർത്താവ് തന്നെ. ആ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.